പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ അമ്മ എനിക്കും എൻ്റെ കുടുംബത്തിനും തന്ന അനുഗ്രഹങ്ങൾക്ക് 1000 നന്ദിയും സ്നേഹവും ഇഷ്ടവും. എൻ്റെ പേര് നിഷ. ഞാൻ തിരുവല്ല ചക്കുളത്തുകാവിനടുത്തു നിന്നാണ് വരുന്നത്. ഞാൻ 2023 മെയ് മാസം 5-ാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. എനിക്ക് ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ എനിക്ക് ഈ മാതാവിനെയും കൃപാസനത്തെപ്പറ്റി യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ അടുത്തുള്ള ഒരു ചേച്ചി എനിക്കൊരു കൃപാസന പത്രം തന്നു. ആ പത്രം വഴിയാണ് ഞാൻ മാതാവിനെയും ഈ കൃപാസനത്തെപ്പറ്റി അറിയുന്നത്. അപ്പോൾ ഏറ്റവും ഞങ്ങളുടെ ജീവിതത്തിലെ കഷ്ടത സമയത്താണ് ഈ പത്രം എൻ്റെ കൈ വരുന്നത്. അപ്പോൾ പത്രം കിട്ടിയ ഉടനെ വളരെ ഒരു ക്യൂരിയോസിറ്റി തോന്നിയിട്ട് ഞാൻ വീട്ടിൽ വന്ന ഉടനെ തന്നെ ഈ പത്രം ഫുൾ ഇരുന്ന് വായിച്ചു. ശരിക്കും വായിച്ച് ഞാൻ അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ചെവിയിൽ ഒരു സ്വരം കേൾക്കാം, വേക്കപ്പ് വേക്കപ്പ്, എന്തോ ഒരു സ്വരം. ഞാൻ ഭയങ്കര കണ്ണ് തുറക്കുന്നത് ഭയങ്കര ചിരിച്ചുകൊണ്ടാണ് കണ്ണ് തുറക്കുന്നത്. കണ്ണ് തുറക്കുമ്പം എൻ്റെ കണ്ണിലോട്ടൊരു ഗോൾഡൻ കളറിൽ ലൈറ്റ് വന്നടിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നി. ദൈവമേ, മാതാവ് എന്നെ വിളിക്കുന്നത്. അതിന് മുന്നേ ഞാനൊരു ഹിന്ദു വിശ്വാസിയാണ്. ഒരു ക്രിസ്ത്യ അങ്ങനെ ഒരു വിശ്വാസം എനിക്കില്ലായിരുന്നു. എന്നാൽ വിശ്വാസം ഇല്ലാഴിയില്ല, വിശ്വാസം ഒരു വേറൊരു മൈൻഡിലായിരുന്നു. അപ്പോൾ എനിക്ക് അന്നേരം പെട്ടെന്ന് തോന്നി ഇവിടെ വരണം. ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു നമുക്ക് കൃപാസനത്തിൽ പോകണമെന്ന് പറഞ്ഞു. പക്ഷെ എൻ്റെ ഹസ്ബൻഡ് ഇതിന് മുന്നേ തന്നെ മാതാവിനെ നന്നായിട്ട് വിളിക്കുന്ന ഒരാളായിരുന്നു. ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് കടയാണ്, സൂപ്പർ മാർക്കറ്റും ബേക്കറിയും നടത്തിക്കൊണ്ടിരുന്നായിരുന്നു. അപ്പോൾ ഒക്കെ ഇത് കോവിഡൊക്കെ കഴിഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കടയിൽ സെയിൽ കുറവ്, കട വല്ലാത്തൊരു അവസ്ഥയിൽ കൂടെ ആയിരുന്നു പോകുന്നത്. അപ്പോൾ ഒക്കെ എൻ്റെ ഹസ്ബൻഡ് മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ നിലവിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കും. അതിനോടൊപ്പം തന്നെ ഹസ്ബൻഡ് മെഴുകുതിരി കത്തിച്ച് മാതാവിൻ്റെ മുന്നിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയും ഒക്കെ കണ്ടിട്ടുണ്ട്. എന്നാലും ഞാൻ അങ്ങനെ ഒന്നും ശ്രദ്ധിക്കാറില്ലായിരുന്നു. പക്ഷേ ഇത് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് ഞാനും കൂടി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. അന്നത്തെ ദിവസം ഞങ്ങൾ ഉടമ്പടി എടുത്തില്ല. കാരണം ഇവിടെ വന്നപ്പോൾ വലിയ തിരക്കായിരുന്നു, എങ്ങനെ എന്ത് വന്നൊന്നും അറിയത്തില്ലായിരുന്നു. തിരിച്ച് ഞങ്ങൾ വീട്ടിൽ പോയി. പോകുന്നതിന് മുന്നേ ഞാൻ ഇവിടെ പുറത്തിറങ്ങി ഒരാളോട് ചോദിച്ചു ഇവിടുത്തെ എങ്ങനെയാണെന്ന് ചോദിച്ചപ്പം വ്യാഴാഴ്ച ദിവസം വന്നാൽ വലിയ തിരക്കില്ല, വന്ന് പെട്ടെന്ന് ഉടമ്പടി എടുക്കാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. പിന്നെ ആ ആഴ്ച തന്നെ വ്യാഴാഴ്ച വന്ന് ഞാൻ ഉടമ്പടി എടുത്തു. നേർച്ച വസ്തുക്കളുമായിട്ടെല്ലാം വീട്ടിൽ പോയി പ്രാർത്ഥന തുടങ്ങി. പക്ഷേ പ്രാർത്ഥന കൃത്യമാണോ എന്ന് ചോദിച്ചാൽ അല്ല, കാരണം എനിക്ക് ഇതിനകത്ത് കുറച്ച് അറിവുകേടുണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിലുള്ള പ്രാർത്ഥനയായിരുന്നു. പത്രം കൊടുക്കാൻ തന്നെ ആദ്യം ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഈ ഉടമ്പടിക്കകത്ത് ആദ്യം വെച്ച നിയോഗം തന്നെ എൻ്റെ കടയെ പറ്റിയായിരുന്നു. ആ കച്ചവടം അതിനെയാണ് മുൻഗണന കൊടുത്തത്. പക്ഷേ സംഭവിച്ച വേറൊന്നാണ്, കട 6 മാസത്തിനകം നമുക്ക് നിർത്തേണ്ട ഒരു സാഹചര്യം തന്നെ വന്നു. അപ്പോഴും എനിക്ക് മാതാവിനെ കുറ്റപ്പെടുത്താനൊന്നും തോന്നില്ല. പകരം എനിക്ക് ഫീൽ ചെയ്തത് വേറൊന്നുമല്ല, ഈ കട കാരണം ഞങ്ങളുടെ ബാധ്യത കൂടിക്കൊണ്ടിരിക്കുമായിരുന്നു. ഞങ്ങൾക്ക് മുദ്രാ ലോണ്, ഹൗസിംഗ് ലോൺ, ഇങ്ങനെ ഞങ്ങളുടെ ബാധ്യതകൾ ഒരു വശത്ത് ഈ കട മൂലം കൂടിക്കൊണ്ടിരിക്കുക. എനിക്ക് തോന്നിയത് മാതാവ് തന്നെ ഇടപെട്ട് ഈ കട നിർത്തിയതാണ്. കാരണം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ വേറെ വലിയൊരു പ്രശ്നത്തിൽ അകപ്പെടുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മാതാവ് ഇടപെട്ട് ഞങ്ങളുടെ കട നിർത്തി. പക്ഷേ ഞങ്ങൾ പിന്നെ അത് കഴിഞ്ഞൊരു വലിയൊരു സ്ട്രഗിൾ തന്നെ ചെയ്യേണ്ടി വന്നു ഈ കഴിഞ്ഞ ഒരു 1.5 വർഷത്തിനുള്ളിൽ. വേറൊന്നുമല്ല, വരുമാനം ഞാനൊരു സർക്കാർ സ്ഥാപനത്തിലൊരു കരാർ ജീവനക്കാരിയാണ്, സ്ഥിര ജോലിയല്ല. അപ്പോൾ ആ ഒരു വരുമാനം, ഹസ്ബൻഡിന് ജോലി ഉണ്ടോ ഇല്ലയോ എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഇടയ്ക്ക് ജോലിയുണ്ട്, പിന്നെ കാണത്തില്ല. അദ്ദേഹം ഒരു ഡ്രൈവറായിരുന്നു. അന്നേരം ഇടയ്ക്ക് ജോലി കിട്ടാതെ അന്നേരം ഞങ്ങളുടെ ബാധ്യതകൾ വലിയൊരു പ്രശ്നം തന്നെയായിരുന്നു ഞങ്ങൾക്ക്. അതിനിടയ്ക്ക് ഞങ്ങളുടെ വിശ്വാസം, അത് ഹസ്ബൻഡാണെങ്കിലും നന്നായിട്ട് ഞാൻ കണ്ട് പ്രാർത്ഥിക്കുകയും ഞാനാണെങ്കിലും കൃത്യമായിട്ട് പ്രാർത്ഥന, കാരണം ഈ ഉടമ്പടി കൃത്യമായിട്ട് തന്നെ പുതുക്കി വന്നു. ഉടമ്പടി കൃത്യമായിട്ട് പുതുക്കുമ്പോൾ ശരിക്കും തന്നെ ഓരോ സമയം കഴിഞ്ഞ് ഞങ്ങളുടെ പ്രാർത്ഥന തീവ്രത കൂടി. ആദ്യം പത്രം കൊടുക്കാൻ മടിച്ചിരുന്ന ഞാൻ കൃത്യമായിട്ട് പത്രം കൊടുക്കുകയും ആദ്യം എനിക്ക് ഇവിടെ വരുന്നത് ആരോടെങ്കിലും പറയാൻ മടിയായിരുന്നു. പക്ഷേ അതൊക്കെ ആ മടിയെല്ലാം മാറി, പ്രാർത്ഥനയുടെ അളവ് വർദ്ധിച്ചു. അതിനോടൊപ്പം നമ്മുടെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. ഞങ്ങളുടെ വീട്ടിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. അതെല്ലാം പ്രാർത്ഥനയിലൂടെ വന്ന മാറ്റങ്ങളാണ്. അത് കഴിഞ്ഞ് ഇപ്പോൾ ഓരോ തവണ ഉടമ്പടി പുതുക്കുമ്പോഴും ഞാൻ വെച്ച നിയോഗങ്ങൾക്കകത്ത് മാറ്റമുണ്ട്. കാരണം ആദ്യം നമ്മുടെ പേഴ്സണൽ ആവശ്യങ്ങൾ മാത്രമായിരുന്നു വെച്ചിരുന്നത്. പക്ഷേ പിന്നീട് ആ പേഴ്സണൽ ആവശ്യങ്ങൾ ഞാൻ മാറ്റിയിട്ട് ഇപ്പോൾ ഇത് 5ാമത്തെ ഉടമ്പടി പുതുക്കുവാണ്. എൻ്റെ പുതുക്കുന്ന സമയത്ത് ഞാൻ വെച്ചിരിക്കുന്നത് എനിക്കിപ്പം മാതാവിൻ്റെ സംരക്ഷണം, സാന്നിധ്യം, സാമീപ്യം, ഇത് മാത്രം ഇപ്പം ഞാൻ വെക്കുന്ന നിയോഗം. കാരണം എന്ന് വെച്ചാൽ അതിലൂടെയാണ് ഇപ്പം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നത്. വേറൊന്നുമല്ല, പറയത്തക്ക ഒരു മാറ്റം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ബാധ്യത ഉണ്ടായിരുന്നെന്ന്. കഴിഞ്ഞ 1.5 മാസത്തിന് മുന്നേ ഞാൻ ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ കാണുന്നത് ഞങ്ങളുടെ വീടിൻ്റെ മുന്നിൽ ഒരു നോട്ടീസ് ഒട്ടിച്ച് വെച്ചിരിക്കുന്ന. അപ്പം വീട്ടിൽ അച്ഛനും കുഞ്ഞുങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ നോട്ടീസ് കണ്ടപ്പോൾ ഞാൻ എൻ്റെ മോളോട് ചോദിച്ചു, എന്താ മോനെ ജപ്തി നോട്ടീസ് വില? സത്യത്തിൽ തമാശയായിട്ടാണ് ഞാൻ ചോദിച്ചത്. പക്ഷേ അവൾ വളരെ നെർവസായിട്ട് പറഞ്ഞു, ആണമ്മേ ആന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും ഹൗസിംഗ് ലോണിൻ്റെ ജപ്തി നോട്ടീസ് വന്ന് ഒട്ടിച്ചു. ബോർഡും കൊണ്ട് അവരുടെ വീടിൻ്റെ വെളിയിൽ തൂക്കി വെച്ചിട്ട് പോയി. പക്ഷേ അച്ഛനാണെങ്കിൽ പിന്നെ നാണക്കേട്, അല്ലെന്ന് വെച്ചാൽ പബ്ലിക് കണ്ടു കഴിഞ്ഞാൽ നാണക്കേടല്ലേ, അച്ഛൻ ആ ബോർഡ് എടുത്ത് മാറ്റി.
ശരിക്കും വല്ലാത്തൊരവസ്ഥ. 7 ദിവസത്തിനകം പൈസ അടയ്ക്കണം, അല്ലെങ്കിൽ അവർ ജപ്തി ചെയ്യുമെന്നാണ് അവരതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഹസ്ബൻഡിന് ചെറിയൊരു ജോലി ഉണ്ടായിരുന്നു, മൂന്നാറിലാണ്. അപ്പം ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. നമ്മുടെ കയ്യിൽ ഒന്നും തന്നെ ഇല്ല. കാരണം നമ്മൾ വട്ടപൂജ്യത്തിലാണ് നിൽക്കുന്നത്, ശരിക്കും അറിയാം. അന്നേരം ഞാൻ എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യ. 7 ദിവസം എന്നുള്ളത് ബാങ്കുകാർ പറഞ്ഞു 14 ദിവസം എന്നാക്കി തന്നു. 7 ദിവസം കൊണ്ട് നമ്മുടെ ഇല്ല, 14 ദിവസം കൊണ്ട് അടയ്ക്കാനും നമ്മുടെ കയ്യിലില്ല. ആ സമയത്ത് നമുക്ക് ആരോടെങ്കിലും പറയാൻ മടിയാണ്. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെന്ത് വിചാരിക്കും, ആളുകൾ എന്ത് പറയും. ഞങ്ങൾ ആരോടും പറഞ്ഞില്ല. നമുക്ക് ചോദിക്കാനൊരു മുഖം പോലും ഇല്ല മനസ്സിൽ. ബന്ധുക്കൾ അവിടെയൊക്കെ നമ്മൾ ശരിക്കും അറിയാം, നമുക്ക് ആരുമില്ല എന്നുള്ളൊരു ഫീലിംഗ് ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് നമുക്ക് ശരിക്കും അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, അവൾ ഇസ്രായേലിലെ നേഴ്സാണ്. ഞാൻ അവളോട് മാത്രം പറഞ്ഞു. അവളോട് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, നീ ആരോടും പറയാതെ മറച്ചു വെച്ചിരുന്നു, ഇത് എങ്ങനെ സോൾവ് ആകുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ആരോട് പറഞ്ഞിട്ട് എന്താ കാര്യം, പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളവരോട് പറഞ്ഞാൽ പോരെ. അവൾ എൻ്റെ കുറേ കൂട്ടുകാരും കൂടി എനിക്ക് കുറച്ച് പൈസ തന്നു. അത് കഴിഞ്ഞ് ഞാൻ നേരത്തെ ഒരു ലോണിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് സിബിൽ സ്കോർ ഇല്ലാത്തതുകൊണ്ട് എനിക്കത് കിട്ടത്തില്ല, റിജക്റ്റിനാണ്. ഞാൻ അതിനെപ്പറ്റി ഓർക്കുന്ന പോലുമില്ല. ഇതുപോലെ ജോലിക്ക് ഓഫീസിൽ പോകും, ഈ ഒരു പ്രശ്നം കാരണം നമുക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ല. അവിടെ ഇരുന്ന് ഞാൻ യൂട്യൂബിലാണെങ്കിൽ അച്ഛൻ്റെ ധ്യാനം ഇരുന്ന് കേൾക്കുകയും പ്രാർത്ഥിക്കുകയും മാധവനോട് കരഞ്ഞ് പ്രാർത്ഥിക്കും. ഇത് തന്നെ എനിക്ക് ജോലി ചെയ്യാനേ പറ്റുന്നില്ലായിരുന്നു. അത് കഴിഞ്ഞ ഒരു ദിവസം വൈകുന്നേരം ഓഫീസ് ടൈം കഴിയാറായി, 4:30 ഞാൻ ഇറങ്ങാൻ നേരം ആയപ്പോഴത്തേക്ക് എനിക്കൊരു ഫോൺ വരിക, ഇതുപോലെ ലോൺ നേരത്തെ കൊടുത്ത ലോൺ സാങ്ഷൻ ആയെന്ന്. അപ്പം നമുക്ക് എന്ത് പറയണമെന്ന് അറിയത്തില്ല. കാരണം എൻ്റെ സിബിൽ സ്കോർ എനിക്കറിയാം എത്ര ഉണ്ട് എന്നുള്ളത്. അപ്പം ഞാൻ അന്നേരം ഞാൻ പറഞ്ഞു ഹസ്ബൻഡിനോട് ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, എടി ഇത് മാതാവ് നമുക്ക് തന്നതാണ് ഈ ഒരു അവസാന നിമിഷത്തിൽ. കാരണം 14 ദിവസം ഭയങ്കര ടൈം തന്നിരിക്കുന്നത്. അപ്പോൾ കുറച്ച് അടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവരെ ഒന്ന് പിടിച്ചു നിർത്താൻ പറ്റും, ആ ഒരു തുകയേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. അവർ പൈസ ബാങ്കിൽ നിന്ന് ലോൺ അനുവദിച്ചു വന്നു. എൻ്റെ കൂട്ടുകാർ തന്ന പൈസയും കൂടെ കൂട്ടി ഞങ്ങൾ കൊണ്ട് ആ ബാങ്കുകാരെ ഒന്ന് സമാധാനിപ്പിക്കത്ത രീതി 1,40,000 രൂപ കൊണ്ടുവന്ന് ഞങ്ങൾക്ക് അടച്ചു. അപ്പോൾ അവരൊരു വിട്ടുവീഴ്ച മനോഭാവം ഉണ്ടായി. അങ്ങനെ ആ ജപ്തിയിൽ നിന്ന് ഒഴിവായി. ഇത് പിന്നെ ബാക്കി തുകയുണ്ട്. ബാക്കി തുകയെപ്പറ്റി ശരിക്കും ഞങ്ങൾ ബോധേഡല്ല. കാരണം ഈ 1,40,000 രൂപ ഒരിക്കലും ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല അന്ന് പോയി അടച്ചത്. മാതാവിൻ്റെ ഈശോയുടെ ഒറ്റ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ആ ഒരു തുക അടച്ച് ഞങ്ങൾക്ക് ആ ജപ്തിയിൽ നിന്ന് അന്ന് ഒഴിവാകാൻ പറ്റിയത്. ഈ ഒരു സമയം തന്നെ, ഇപ്പോൾ ഈ ജപ്തിയുടെ ഈ ഒരു സമയം തന്നെ അടുത്ത കേസ് വരും. കാരണം ഞാൻ പറഞ്ഞത് ഞങ്ങൾക്ക് കടയുണ്ടായിരുന്നു, അത്യാവശ്യം മുദ്രാ ലോണും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു പ്രൈവറ്റ് ബാങ്കിൽ ഞങ്ങൾക്ക് ഒരു ബിസിനസ് ലോൺ ഉണ്ടായിരുന്നു, അതിൻ്റെ കേസായി ഈ ഒരു സമയത്ത് തന്നെ വന്നിരിക്കും. അത് 1,13,000 രൂപ അടയ്ക്കണം. അവരത് കേസാക്കിയേക്കുക, എൻ്റെ പേരിലാണ് ലോൺ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കേസ്. അപ്പം എൻ്റെ ഹസ്ബൻഡിന് എപ്പോഴും ഒരു വിഷമമാണ്, അത് കേസായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഞാൻ കോടതിയിൽ ഇപ്പോൾ കയറേണ്ടി വരും. ഇതൊക്കെ പുള്ളിക്ക് വലിയ വിഷമമായിരുന്നു. പക്ഷേ ഈ എന്തോ ആ സമയത്ത് അവരൊരു പ്രൈവറ്റ് ബാങ്കുകാരായിട്ട് അവർ പറഞ്ഞു, നിങ്ങൾ 33,000 രൂപ അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ലോൺ മൊത്തം ക്ലോസ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. കാരണം ഞങ്ങൾ അടയ്ക്കാനുണ്ട് മുതൽ അതിൽ കൂടുതൽ, അതുപോലും കുറച്ചിട്ട് ഒരു പ്രൈവറ്റ് ഫിനാൻസ് ആയിട്ട് പോലും 33,000 രൂപ തന്നാൽ ലോൺ ക്ലോസ് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ ആ മാസത്തെ എൻ്റെ സാലറിയും എൻ്റെ ഹസ്ബൻഡിൻ്റെ സാലറിയും കൂടെ കൂട്ടി ഞങ്ങൾക്ക് ആ ലോൺ അടയ്ക്കാൻ പറ്റി. ഇതും ശരിക്കും മാതാവിൻ്റെ അനുഗ്രഹം തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം, ഇപ്പം അന്നേരമൊക്കെ വിഷമിച്ചൊരു വരുമാനം ഇല്ലാത്തതുകൊണ്ടല്ലോ ഇതൊക്കെ നമുക്ക് ബുദ്ധിമുട്ട് വരുന്നത്. വീട്ടിലെ കാര്യങ്ങളാണെങ്കിലും കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളാണെങ്കിലും. എനിക്ക് 2 മക്കളാണ്, ഒരാണും ഉണ്ട് ഒരു പെണ്ണും ഉണ്ട്. അവരുടെയൊക്കെ കാര്യങ്ങൾ മീറ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. നമുക്ക് ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട്, ഇവരുടെ കാര്യങ്ങൾ എങ്ങനെ നടത്തും. എൻ്റെ ഹസ്ബൻഡിന് നല്ലൊരു ജോലി ഇല്ലാത്തതുകൊണ്ടാണ്. ആ സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, ഹസ്ബൻഡ് മൂന്നാർ ജോലി ചെയ്യുന്ന സമയമാണ്. അവിടെ ഒരു ചേട്ടൻ വരിക. ചേട്ടൻ വന്നിട്ട് ആ പുള്ളി ട്രാവൽസിൽ ജോലി ചെയ്യുന്ന, ഹസ്ബൻഡ് ഡ്രൈവറാണ്, ആ ചേട്ടനും ഡ്രൈവറാണ്. ആ പുള്ളി പറഞ്ഞു, ആഘോഷം ഇതുപോലെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിനക്ക് നല്ല വരുമാനം കിട്ടും, ഈ സെയിം ജോലി തന്നെയാണ്, പക്ഷേ ബെനിഫിറ്റ് കൂടുതലാണ്, നല്ല ഫീൽഡാണ്, നിൻ്റെ പ്രശ്നങ്ങളൊക്കെ 3-4 വർഷം കൊണ്ട് ഈ ഫീൽഡിൽ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ വരും, ഇവിടെ വന്നവരൊക്കെ രക്ഷപ്പെട്ടിട്ടേ ഉള്ളെന്ന് പറഞ്ഞു. അപ്പം ഹസ്ബൻഡ് പറഞ്ഞു, ചേട്ടാ ഒഴിവുണ്ടെങ്കിൽ വിളിക്കാൻ പറഞ്ഞു. ഈ പുള്ളി പോകുന്നു. തിരിച്ചൊരു 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് വിളിക്കുവാണ്, അവിടെ ഒഴിവ് വന്നിട്ടുണ്ട്, താല്പര്യം ഉണ്ടെങ്കിൽ വരാം. ഹസ്ബൻഡ് പോയി, അവിടെ ജോലി കിട്ടി. ശരിക്കും നല്ലൊരു മാറ്റം തന്നെയാണ് ഹസ്ബൻഡിന് കൊടുത്തത്. കാരണം ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്, ഒരുപാട് ആൾ സങ്കടപ്പെട്ടിരിക്കുന്ന കണ്ടിട്ടുണ്ട്, മുഖം കുനിച്ച്. ചില 10 രൂപ കൈ വരുമാനമില്ലാതെ വിഷമിച്ചിരിക്കുന്ന ഒരാളെ ആളിന്ന് ഒരുപാട് മാറ്റം വന്നു. ഭയങ്കര സന്തോഷമാണ്, ജോലി തൃപ്തനാണ്. ഇതൊക്കെ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രം, മാതാവിൻ്റെ ഈശോയുടെ അനുഗ്രഹം കൊണ്ട് മാത്രം ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച മാറ്റങ്ങളാണ്. പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മമ്മിക്ക് 2 തവണ, മമ്മിക്ക് ഒരുപാട് ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ മമ്മിക്ക് 2 തവണ ക്യാൻസറിൻ്റെ ഒരു സംശയം ഡോക്ടർ പറഞ്ഞു. ഒന്ന് നമ്മുടെ ഈ തലയുടെ പുറകുവശത്ത് ഇവിടെ കിളന്നിരിക്കുന്ന കണ്ട് ഒരു ക്യാൻസറിൻ്റെ സംശയം, പിന്നെ മുട്ടിൻ്റെ അവിടെ 2 തവണ. ഇപ്പോൾ ആദ്യത്തെ തവണ ഇങ്ങനെ പറഞ്ഞാൽ നമ്മൾ ഒരുപാട് വിഷമിച്ചു, എപ്പോഴും ശാരീരിക ബുദ്ധിമുട്ടുകളാണ്.
അപ്പം ഞാൻ നമ്മുടെ ഇവിടുത്തെ വിശുദ്ധ തൈലം വെച്ച് അവിടെ വെച്ച് തൊട്ട് പ്രാർത്ഥിച്ചു, മാതാവേ ഈശോയെ അങ്ങനത്തെ ഒരു അവസ്ഥ ആയിരിക്കരുത്, കാരണം ക്യാൻസർ എന്താണ്, അതിൻ്റെ അവസ്ഥ എന്താണെന്നൊക്കെ എൻ്റെ ചേട്ടത്തിക്ക് വന്ന്, ചേട്ടത്തി മരിച്ചു പോയത് അതുമൂലം. അപ്പം ഞാൻ ശരിക്കും നേരി കണ്ടിട്ടുണ്ട് ആ അവസ്ഥ, അതിൻ്റെ പീഡനാനുഭവങ്ങൾ. അപ്പം എൻ്റെ വീട്ടിൽ അങ്ങനത്തെ അവസ്ഥയൊന്നും വരരുത്, എൻ്റെ മമ്മിക്ക് അങ്ങനെ വരരുതെന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചു. അത് വെറും ഒരു നീർക്കെട്ടോ അങ്ങനെ എന്തേലും ആക്കി മാറ്റണം, അതിനൊരു മരുന്ന് പോലും ഉപയോഗിക്കേണ്ടി വരരുതെന്ന് പ്രാർത്ഥിച്ചു. MRI ചെയ്ത് റിസൾട്ട് വന്നപ്പോഴത്തേക്ക് അത് ക്യാൻസർ അല്ല. അതുപോലെ തന്നെ ഈ കാലിൻ്റെ മുട്ടുവശത്ത് അത് ശരിക്കും എക്സ്റേ എടുത്തപ്പോൾ കണ്ട നല്ലൊരു ട്യൂമറാണ്, നല്ല വളർച്ചയുണ്ട് അതിന്. അതും ഡോക്ടർ ഈ ക്യാൻസറാണെന്ന് ആ സംശയം പറഞ്ഞത്. ഇതും അതുപോലെ MRI ചെയ്തു. അവിടെ ഞങ്ങൾ ഈ മാതാവിൻ്റെ തൈലം വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് റിസൾട്ട് വന്ന് ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ പോയി റെഫർ ചെയ്തപ്പോൾ ക്യാൻസറിൻ്റെ യാതൊരു അംശങ്ങളും ഇല്ല, ജസ്റ്റ് ട്യൂമർ. അത് വളർച്ച വരുവാണെങ്കിൽ മാത്രം ആ ട്യൂമറിന് പേടിക്കേണ്ട ട്യൂമറുമല്ലെന്നാണ് അന്ന് ഡോക്ടർ പറഞ്ഞത്. ഇങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ ചെറുതും വലുതും ഒരുപാട് ഈ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ചെറുതും വലുതും ഒത്തിരി, അതായത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അസുഖങ്ങളും കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിലും വരുമ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞ് ഈ ഉപ്പും വിശുദ്ധ തൈലവും വെച്ചാണ് പ്രാർത്ഥിക്കുന്നത്. അവരിലാണേലും രാവിലെ വൈകുന്നേരം അവരെ കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാൻ, അവരിലൊക്കെ രണ്ടുപേരും രാവിലെ വൈകുന്നേരം പ്രാർത്ഥിക്കും, സ്കൂളിൽ പോകുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കും, തൈലവും ഉപ്പും ഉപയോഗിക്കും. ഇതൊക്കെ അവർ ഉപയോഗിക്കാൻ തുടങ്ങി. എൻ്റെ വീട്ടിലാണെങ്കിലും നല്ലൊരു അനുഭവം ഉണ്ടാകുന്നത്. എന്താ പറയുക, നമുക്ക് ജീവിതത്തിൽ വേറൊരു, അതായത് ഞാൻ നല്ല ദേഷ്യക്കാരും ഒക്കെ ആയിരുന്നു. ഇപ്പം മറ്റുള്ളവരോട് ഇടപെടാനും അച്ഛനൊരു തവണ പറഞ്ഞാൽ അനുകമ്പ ഉണ്ടാവുക, അത് ശരിയാണ്. നമുക്ക് ഇതിലൂടെയാണ് എനിക്ക് നമ്മൾ നേരത്തെയൊക്കെ ഓരോ പാവങ്ങളെയൊക്കെ കാണുമ്പോൾ ഓരോരുത്തർ ആഹാരം കൊടുക്കുന്നു എന്ന് കാണുമ്പോൾ നമ്മൾ ഓർക്കും അവർ കൊടുക്കുന്നു നല്ല കാര്യമെന്ന് പറയും, പക്ഷെ നമ്മൾ ചെയ്യത്തില്ല. പക്ഷേ ഇതിലൂടെ ഇവിടെ ഈ ഒരു ഉടമ്പടി എടുത്ത് പുതുക്കി നമ്മുടെ പ്രാർത്ഥനയായിട്ട് ഇതൊക്കെ കൂടിയപ്പോൾ നമുക്കും അങ്ങനെ ചെയ്യാൻ പറ്റും. ദിവസം ഒരു നേരമെങ്കിൽ 2 പേർക്ക് ഞാനും ഇപ്പോൾ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അവർക്ക് കൊടുത്തില്ലെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമമാണ്. അപ്പം നമ്മളാ കഴിയുന്ന വിധത്തിൽ അങ്ങനെ അതും ചെയ്തു പോകുന്നു. പ്രാർത്ഥനയുടെ തീവ്രത കൂട്ടി മാതാവിൻ്റെ ഈശോയുടെ സംരക്ഷണം മാത്രമാണ് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത്. ആ ഒരു സംരക്ഷണം ഉണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിൽ എവിടെയും മുന്നോട്ട് പോകാം. മാതാവിൻ്റെ കൈ പിടിച്ച് നടത്തണമെന്ന് മാത്രമേ ഉള്ളൂ പ്രാർത്ഥന. 1000 സ്നേഹവും നന്ദിയും ഇഷ്ടവും മാത്രമേ ഉള്ളൂ അമ്മയോടും ഈശോയോടും. സങ്കീർത്തനങ്ങൾ 34:4-7 വരെയുള്ള തിരുവചനങ്ങൾ. ഞാൻ കർത്താവിനെ തേടി, അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. സർവ്വഭയങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാവുകയില്ല. ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു, എല്ലാ കഷ്ടതകളിൽ നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു. കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു. നിഷ എന്ന ഈ സഹോദരി ഉടമ്പടി ജീവിതത്തിലേക്ക് പ്രവേശിച്ച് ലഭിച്ച ദൈവാനുഭവങ്ങളെ പരിശുദ്ധ കൃപാസനം മാതാവിൻ്റെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. മകൾ തുടർച്ചയായ കടബാധ്യതകളുമായിട്ടാണ് ജീവിതം മുന്നോട്ട് പോയതെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അത് ആ ബിസിനസ്സുമായി, സൂപ്പർ മാർക്കറ്റുമായി ബന്ധപ്പെട്ടുള്ള കടബാധ്യതകൾ, വീടുമായി ബന്ധപ്പെട്ടുള്ള ഹൗസിംഗ് ലോണിൻ്റെ കടബാധ്യതകൾ, ജപ്തി നടപടി വരെ എത്തിയ വിഷയങ്ങൾ, അത് എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ ഒരു വഴിയും കാണാതെ പ്രയാസപ്പെട്ട നാളുകൾ. അപ്പോഴാണ് അമ്മ മാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥനയിൽ ഈ നിയോഗങ്ങളൊക്കെ സമർപ്പിച്ച് ജീവിച്ചു തുടങ്ങുന്നത്. മകൾ പറയുന്നുണ്ട്, ആദ്യം ബിസിനസ് നന്നാകാൻ വേണ്ടിയാണ് ഞാൻ നിയോഗം എഴുതിയതെങ്കിലും ആ സൂപ്പർ മാർക്കറ്റ് പൂർണ്ണമായും 6 മാസത്തിനുള്ളിൽ പൂട്ടിപ്പോവുകയാണ് ചെയ്തത്. അത് ആദ്യം എനിക്കത് ഉൾക്കൊള്ളുവാൻ പ്രയാസമുണ്ടായെങ്കിലും പിന്നീട് മനസ്സിലായി, എൻ്റെ ബാധ്യതകൾ കുറയ്ക്കുന്നതിന് വേണ്ടി അമ്മ കാണിച്ചു തന്ന ആദ്യത്തെ വഴിയായിരുന്നു അതിൽ നിന്ന് പിന്മാറുക എന്നുള്ളത്. പിന്നീട് ഓരോരോ അവസരങ്ങളിലും പരിശുദ്ധമ്മയുടെ ഇടപെടലാണ് മകൾ സൂചിപ്പിക്കുന്നത്. ആദ്യത്തെ ജപ്തി നടപടിയുമായി ബന്ധപ്പെട്ട വീടിനകത്ത് നോട്ടീസ് ഒട്ടിക്കുമ്പോൾ മകൾക്ക് 1-2 പേരുടെ സഹായത്തോടു കൂടി ജപ്തി നടപടി പൂർണ്ണമായി ഒഴിവാക്കി കൊടുക്കും വിധം അത്ഭുതകരമായിട്ട് പണം ലഭിക്കുന്നതും അത് അടച്ചുകൊണ്ട് താൽക്കാലികമായിട്ട് ജപ്തി നടപടി ഒഴിവാക്കിയെടുക്കുവാൻ സാധിക്കുന്നതിനെയും സന്തോഷത്തോടു കൂടി സാക്ഷ്യപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ ബിസിനസ് ലോണ് വലിയ തുക ഉണ്ടായിരുന്നത് അത് മുതൽ പോലും അടയ്ക്കേണ്ടാത്ത വിധം വളരെ കുറഞ്ഞ ഒരു തുക അടച്ചുകൊണ്ട് ആ കടവും പരിഹരിക്കുന്നതിനുള്ള വഴികൾ അമ്മ മാതാവ് തുറന്നു കൊടുത്തതിനെ മകൾ സാക്ഷ്യപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ 2 പേർക്കും ജോലിയിൽ സ്ഥിരതയും ജോലിയിൽ ഉയർച്ചയും നൽകിക്കൊണ്ട് കൂടുതൽ സാമ്പത്തികമായ ഭദ്രതയിലേക്ക് കുടുംബത്തെ നയിച്ചതിനെയും മകൾ സാക്ഷ്യപ്പെടുത്തുന്നു. പ്രിയമുള്ളവരെ, ജീവിതത്തിൻ്റെ ഏതൊരു മേഖലയിലേക്കും പരിശുദ്ധമ്മയുടെ കരം പിടിച്ച് നമ്മൾ നടക്കുമ്പോൾ അമ്മ മാതാവ്
നമ്മുടെ കഴിവ് നോക്കാതെ, നമ്മുടെ കുറവ് നോക്കാതെ, അമ്മയിലുള്ള ആശ്രയത്വം മാത്രം കണ്ടുകൊണ്ട് കണ്ണീരുകൊണ്ട് അമ്മയുടെ സന്നിധിയിൽ പൂമാല ചാർത്തുമ്പോൾ അമ്മ മാതാവ് ദൈവകൃപ കൊണ്ട് നമ്മുടെ ജീവിതത്തെ നിരന്തരം അനുഗ്രഹിച്ചു കൊണ്ടിരിക്കും. അതിൻ്റെ സാക്ഷ്യമാണ് മകൾ പറയുന്നത്. എല്ലാ വഴികളും അടയുമ്പോൾ, സഹായിക്കുവാൻ ആരുമില്ലെന്ന് തിരിച്ചറിയുമ്പോൾ, എൻ്റെ സഹായവും എനിക്കുള്ള വഴിയും ഈശോയുടെ വഴിയും ഈശോയുടെ സഹായവുമെന്ന് തിരിച്ചറിഞ്ഞ് അമ്മ മാതാവിനെ കൂട്ടുപിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ മാതാവ് അത് വേഗത്തിലാക്കി നൽകുന്നുവെന്ന്, അപകടകരമായ അവസ്ഥയിൽ നിന്ന് വേഗത്തിൽ അതിൽ നിന്ന് രക്ഷിക്കുന്നുവെന്ന് മകൾ ഇവിടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. കൂടാതെ സഹോദരിയുടെ അമ്മയ്ക്ക് വന്ന രോഗസൗഖ്യത്തെക്കുറിച്ചും അവൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഇത് നമുക്ക് കൈമാറുന്ന സന്ദേശം പരിശുദ്ധമ്മയിലുള്ള ആശ്രയത്വം നമ്മുടെ ക്ലേശങ്ങളെ ലഘൂകരിക്കുന്നു, ഭാരങ്ങളെ ലഘൂകരിച്ചു തരുന്നു. ലൈറ്റ് വെയ്റ്റിംഗ് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ മാറിക്കിട്ടുന്നു. നമ്മുടെ കഴിവ് കൊണ്ടല്ല, ദൈവകൃപ കൊണ്ട്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. നമുക്ക് ദൈവകൃപ കൊണ്ട് നമ്മുടെ ജീവിത പ്രശ്നങ്ങളെ പരിഹരിക്കുവാനുള്ള പുതിയ വഴികളെ അമ്മ നമുക്ക് തുറന്നു തരുന്നു. അതോടൊപ്പം തന്നെ നമ്മളെ അനാഥരായി വിടില്ല, നിരാശരായി വിടില്ല, പരിത്യക്തരാക്കില്ല. മറിച്ച് ജീവിതം സുരക്ഷിതമാക്കും വിധം അമ്മ മാതാവ് നമ്മളെ നയിക്കുകയും അനുയോജ്യമായ ഇടങ്ങളിൽ നമ്മുടെ ജീവിതവും നമ്മുടെ സാമ്പത്തിക മേഖലകളും നമ്മുടെ കുടുംബ ബന്ധങ്ങളും സുരക്ഷിതമാക്കും വിധം സഹായിക്കുകയും ചെയ്യുന്നു. ഈ മകൾക്കും കുടുംബത്തിനും ലഭിച്ച ഈ നന്മകളെ, അനുഗ്രഹങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് അമ്മ മാതാവിനും തിരുക്കുമാരനും കരഘോഷത്തോടുകൂടി നന്ദി അർപ്പിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാകുക.